ഹായ്, എല്ലാവർക്കും ഓണാശംസകളോടെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഓണക്കോടി എടുക്കാനൊന്നും അല്ല കേട്ടോ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അത് അവൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അവളുടെ ബർത്ത്ഡേയും കൂടിയാണ് ഇന്നത്തെ ദിവസം. അവൾക്കൊരു ചെറിയ ഗിഫ്റ്റ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ ഞാൻ കടയിൽ കയറുമ്പോഴുണ്ട്, ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഒരുമിച്ച് താമസിച്ചുകൊണ്ട് ഇരുന്ന രണ്ട് പെൺപിള്ളേര്, അവർ ഇപ്പം സ്ഥലം മാറി കുറച്ച് ടൗണിലേക്ക് പോയി. അവരും ഉണ്ട് ഈ കടയിൽ നിൽക്കുന്ന ഒരുപാട് നാൾ കൂടി. അവരെയും കണ്ടു, ഒരു സന്തോഷമായി. അപ്പം അവരുടെ കയ്യിൽ ഞാൻ വീഡിയോ എടുക്കാൻ കൊടുത്തിട്ട് ഞാൻ ഉടുപ്പ് തപ്പുക കേട്ടോ, അവൾക്ക് വേണ്ടിയിട്ടുള്ളതേ. അവര് പറഞ്ഞതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ തപ്പുമ്പോൾ ഇതാ അടിപൊളി ഒരു ഉടുപ്പ് കിട്ടി കേട്ടോ, സൂപ്പർ അല്ലേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ കേക്ക് കടയിലോട്ട് പോയി, ഹണി കേക്കിൻ്റെ കടയിൽ പോയി. അവിടെ നിന്ന് ഒരു കുഞ്ഞു കേക്ക് വാങ്ങിച്ച് അതും എൻ്റെ ഗിഫ്റ്റും ഒക്കെ കൂടെ ആയിട്ട് ഞാൻ അവളുടെ അടുക്കിലേക്ക് പോവാട്ടോ. ഒരു 3-4 മാസം മുമ്പ് ഞാൻ ഈ ബിൽഡിങ്ങിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എല്ലാവർക്കും നല്ല പരിചയമാണ്, മിക്കവാറും ഇവിടെ നിന്നുള്ള വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹോം ഹെൽത്ത് മെഡിക്കൽ സെൻ്ററാണ് ഈ കാണുന്നത്. അത് നിങ്ങൾക്ക് നല്ല പരിചയമാണ്, ഒരുപാട് ആളുകൾക്ക് നല്ല പരിചയമാണ്, മുമ്പുള്ള കുറേ വീടുകളുണ്ട്. ഇതിൽ തന്നെയാണ് ഇപ്പോൾ അവളും താമസിക്കുന്നത്. അങ്ങനെ ഞാൻ അവരുടെ റൂമിലേക്ക് പോവുകയാണേ. കയറി ചെന്നതും ഇവിടെ സദ്യയുടെ ഒരുക്കങ്ങളാണ് കാണുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് സദ്യ കഴിക്കേണ്ട ഒരുക്കത്തിലേക്കാണ്. സദ്യയൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചു. ഒരുപാട് വിഭവങ്ങളില്ലെങ്കിലും ഉണ്ട്, 10-15 വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. റൂമിലൊക്കെ വളരെ സ്ഥല പരിമിതി ഉള്ളത് കൊണ്ട് അടുത്തുള്ള റൂമിലെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ ഇലയൊക്കെ നിൽക്കി സദ്യയൊക്കെ വിളമ്പിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് സദ്യ കഴിപ്പും കഴിഞ്ഞു. അടുത്തത് ഞങ്ങളുടെ റൂമിലെ സദ്യ കേട്ടോ ഈ കാണുന്നത്.
ബേബി ചേച്ചിയുടെ ഫ്രണ്ട്സാണ് ഇവര്. ഞങ്ങൾക്കിപ്പോൾ വന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയെന്ന് മാത്രം. അപ്പം ഇവരെ വിളിച്ച് ബേബി ചേച്ചിയുടെ വക സദ്യ കൊടുക്കുന്നതാട്ടോ. വേറെ 2 കൂട്ടുകാർ ആദ്യം വന്നിരുന്നു ചേച്ചിയുടെ, അവർ കഴിച്ചിട്ട് പോയി, അവരുടെ വീഡിയോ എടുത്തില്ല. ഇവരടുത്ത ഫ്രണ്ട്സ്. അങ്ങനെ ആ പിള്ളേരും കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് സദ്യയൊക്കെ? ആണല്ലേ? ഹോട്ടലിൽ മേടിച്ച് കഴിക്കണമെങ്കിൽ നമ്മളെ സ്വന്തം വീട്ടിലുണ്ടാക്കിയ ബേബി ചേച്ചിയുടെ ഫുഡിനെ കുറിച്ച് പറയുന്നത്. ബേബി ചേച്ചിയുടെ ജീവിതകഥ എന്നും പറഞ്ഞ് ഞങ്ങളുടെ ഏറ്റവും ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. ബേബി ചേച്ചിയുടെ ഇന്റർവ്യൂ ഞാൻ ഫസ്റ്റ് കേട്ടിട്ടുണ്ട്. അത് കാണുന്നുണ്ട്. ഇതാ കഴിക്കുമായിരുന്നു. ഇപ്പം അടുത്തതായിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിപ്പാണ് കേട്ടോ. എനിക്ക് വേണ്ടായിരുന്നു, ഞാൻ ഒരുപാട് വൈകിയാണ് കഴിച്ചത്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഒട്ടും വിശക്കുന്നില്ലാത്തതുകൊണ്ട് ബേബി ചേച്ചിയും ഞങ്ങളുടെ വിജിതയും കൂടെ ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം ശരി, ടാറ്റ, ബൈ. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഓണത്തിൻ്റെ ബർത്ത്ഡേയുടെ ഒക്കെ വിശേഷങ്ങൾ. അപ്പം വീണ്ടും കാണാം, ബൈ.